ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും VT ബലറാമും ഒക്കെ യുവത്വത്തിന്റെ സ്പിരിറ്റുമായി നേരത്തെ തിയേറ്ററിലെത്തി സീറ്റ് പിടിച്ചു. പലരും കുടുംബസമേതമാണ് എത്തിയത്. സിനിമയോടുള്ള സ്പിരിറ്റ് ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് തെളിയിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ N ശക്തനും മുല്ലക്കര രത്നാകരനും അടക്കമുള്ള മുതിർന്ന നേതാക്കളും എത്തി. തൊട്ടുപിന്നാലെ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയും മന്ത്രി AP അനിൽകുമാറും വന്നു. കുറച്ചു വൈകിയാണ് എത്തിയതെങ്കിലും എക്സൈസ് മന്ത്രി K ബാബുവിനും സ്പിരിറ്റ് നന്നേ ബോധിച്ചു. സമൂഹത്തിലെ മദ്യപാനാസക്തി കുറയുന്നത് സർക്കാരിന്റെ വരുമാനത്തെ ബാധിക്കുമെങ്കിലും സ്പിരിറ്റ് എന്ന സിനിമയെ പ്രോത്സാഹിപ്പിക്കണം എന്നായിരുന്നു മന്ത്രിയുടെ അഭിപ്രായം. എക്സൈസ് വകുപ്പിനും ഈ സിനിമ നിർമ്മാതാക്കളും തമ്മിൽ കൈകോർത്ത് പിടിക്കാനുള്ള ധാരാളം ഏരിയകളുണ്ട് എന്ന് കണക്കാക്കുകയാണ്. ഇതിൻ്റെ ഡയറക്ടർ ശ്രീ രഞ്ജിത്തിനെയും ഇതിൽ അഭിനയിച്ച മറ്റ് സുഹൃത്തുക്കളെയും ഹാർദമായി അനുമോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ യുവാക്കളുടെ യൗവന പ്രായക്കാരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സ്പിരിറ്റിനെ വിനോദ നികുതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശവും യുവ MLA മാർ മന്ത്രിക്ക് മുന്നിൽ വച്ചു. ഇതിനിടെ സിനിമയിലെ പ്രധാന കുടിയനെ അവതരിപ്പിച്ച നടൻ നന്ദുവും എത്തി. നന്ദുവിന് നേതാക്കളുടെ വക അഭിനന്ദനം. നല്ല കുടിയന്മാർക്ക് അസുഖം ഉണ്ടാകുന്ന അഭിനയം തിരക്കു കാരണം മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും സിനിമയ്ക്കെത്താൻ കഴിഞ്ഞില്ലെങ്കിലും നിയമസഭാ സമ്മേളനത്തിനിടെ വീണുകിട്ടിയ ഇടവേള നന്നായി ആസ്വദിച്ചാണ് MLA മാർ മടങ്ങിയത്. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.